അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെഷർമെൻറ്റ് ഓഫ് ഫെർട്ടിലിറ്റിയെ കുറിച്ചിട്ടായിരുന്നു അല്ലേ. ഫെർട്ടിലിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന റേറ്റ്സ് ഏതൊക്കെയെന്ന് നമ്മൾ പറഞ്ഞു. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് മെഷർമെൻറ്റ് ഓഫ് മോർട്ടാലിറ്റി. മരണനിരക്ക് പറയുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്, അതിനുപയോഗിക്കുന്ന റേറ്റ്സ്, ഡിഫറെൻറ്റ് റേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സോ മോർട്ടാലിറ്റി ഈസ് നോട്ട് എ സിംഗിൾ ഫാക്ടർ ടു ബി എക്സ്പ്രസ്ഡ് ആസ് എ സിംഗിൾ നമ്പർ ഓഫ് ഇൻഡെക്സ്. മോർട്ടാലിറ്റി എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫാക്ടർ അല്ല, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഒരു സിംഗിൾ നമ്പർ ഓഫ് ഇൻഡെക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. So the risk of death has to be measured in several aspects and as such various kinds of death rates are employed. ഇപ്പോൾ മരണ നിരക്ക് അല്ലെങ്കിൽ മരണം എന്ന് പറയുന്നത് പല രീതിയിലുള്ള ഡെത്ത് ഉണ്ട് അല്ലേ, പല രീതിയിലുള്ള ഡെത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ വേരിയസ് ഡെത്ത് റേറ്റ് ഹാവ് ടു ബി എംപ്ലോയ്ഡ്. പല രീതിയിലുള്ള ഡെത്ത് റേറ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. The important death rates are given below. ഏതൊക്കെയാണ്? The first one is crude death rate, second is specific death rate, third is standardized death rate, and fourth is infant mortality rate, and the last is maternal mortality rate. So ഇത് 1 by 1 ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. The first one is crude death rate. ആദ്യത്തെ മെത്തേഡ്സ് ഓർ മെഷർമെൻറ്റ് ഓഫ് മോർട്ടാലിറ്റിയിൽ വരുന്ന ഏതാണ്? ക്രൂഡ് ഡെത്ത് റേറ്റ്. ഇതിനെ ടോട്ടൽ ഡെത്ത് റേറ്റ് എന്ന പേരിലും പറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഷോർട്ട് ഫോം എന്താണ്? CDR. സോ ദ CDR ഈസ് ദി നമ്പർ ഓഫ് ഡെത്ത്സ് ഫ്രം ഓൾ കോസസ് ഇൻ എ ഗിവൺ പീരീഡ് ഓർ ഇയർ പെർ 1000 പോപ്പുലേഷൻ ഇൻ എ ഗിവൺ കമ്മ്യൂണിറ്റി ഓർ ലൊക്കാലിറ്റി. ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ എല്ലാ കാരണങ്ങൾ കൊണ്ടും എത്ര ആളുകൾ മരിച്ചു എന്നുള്ളതിൻ്റെ കണക്കാണ് എന്ത്? ക്രൂഡ് ഡെത്ത് റേറ്റ്. ഇപ്പം ഏത് റീസൺ ആയാലും എത്ര ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ നമ്പറാണ് ക്രൂഡ് ഡെത്ത് റേറ്റിൽ പറയുന്നത്. അപ്പം നമ്മൾ എടുക്കുന്നത് 1000 പോപ്പുലേഷൻ ആണ് കേട്ടോ. അപ്പം 1000 ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആളുകളുടെ ഇടയിൽ എത്ര ആളുകൾ മരിച്ചു എന്നുള്ളതാണ് നമ്മൾ പറയുക. ഈസിക്ക് നമ്മൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ ലൊക്കാലിറ്റിയിൽ 1000 ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ 1000 ആളുകളുടെ ഇടയിൽ എത്ര ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ് ക്രൂഡ് ഡെത്ത് റേറ്റ് ആയിട്ട് പറയുന്നത്. സോ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ നമ്പർ ഓഫ് ഡെത്ത്സ് ഇൻ എ ഗിവൺ ഇയർ ബൈ ദി ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദി ഇയർ ആൻഡ് മൾട്ടിപ്ലൈങ് ദ കോഷ്യന്റ് സോ ഒബ്റ്റെയിൻഡ് ബൈ 1000. അപ്പോൾ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബൈ ഡിവൈഡിങ് ദ നമ്പർ ഓഫ് ഡെത്ത്സ് ഇൻ എ ഗിവൺ ഇയർ. ഒരു വർഷത്തിൽ എത്ര ആളുകൾ മരണപ്പെട്ടു അതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദി ഇയർ. ഒരു വർഷത്തിലെ പകുതി എത്തുമ്പോൾ ആ ഒരു ലൊക്കാലിറ്റിയിൽ എത്ര ആളുകളുണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കിട്ടിയിട്ടുള്ള കോഷ്യൻ്റ് ഉണ്ടല്ലോ, നമ്പർ ഓഫ് ഡെത്ത്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദി ഗിവൺ ലൊക്കാലിറ്റി അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദി ഇയർ. ആ കിട്ടിയിട്ടുള്ള ആൻസറിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ക്രൂഡ് ഡെത്ത് റേറ്റ് കിട്ടുക. സോ അതിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. CDR ഈസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് ഡെത്ത്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദി ഗിവൺ ലൊക്കാലിറ്റി അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദി ഇയർ മൾട്ടിപ്ലൈഡ് വിത്ത് 1000. ഓക്കെ. സോ CDR are not useful for comparing the health conditions of 2 or more localities if the age composition of 2 population is different. ഇപ്പോൾ CDR 2 അതിലധികമോ ലൊക്കാലിറ്റീസ് പ്രദേശങ്ങളിലെ ആളുകളുടെ ഹെൽത്ത് കണ്ടീഷൻസ് പറയുന്നില്ല. ഇപ്പോൾ ഹെൽത്ത് കണ്ടീഷൻസ് 2 കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ ഏതാണ് ബെറ്റർ എന്നോ ഏതാണ് മോശപ്പെട്ടത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കാൻ കഴിയില്ല? CDR പറയാൻ കഴിയില്ല. അപ്പോൾ CDRൽ പറഞ്ഞത് എന്താണ്? ടോട്ടൽ ഡെത്ത് റേറ്റ് അല്ലേ. അപ്പോൾ ഏത് കാരണമാണെന്നത് സ്പെസിഫിക് ആയിട്ട് പറയുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹെൽത്ത് കണ്ടീഷൻ ആരുടേതാണ് ബെറ്റർ എന്നോ ആരുടേതാണ് മോശപ്പെട്ടത് എന്നുള്ളതൊന്നും നമുക്ക് CDRൽ നോക്കിയാലും മനസ്സിലാവില്ല. ഇഫ് ദ ഏജ് കോമ്പോസിഷൻ ഓഫ് 2 പോപ്പുലേഷൻ ഈസ് ഡിഫറെൻറ്റ് അല്ലേ. 2 പോപ്പുലേഷൻ അതായത് 2 ലൊക്കാലിറ്റീസിലെയും അല്ലെങ്കിൽ 2 കമ്മ്യൂണിറ്റീസിലെയും ഏജ് കോമ്പോസിഷനൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ചില ലൊക്കാലിറ്റി നോക്കുമ്പോൾ ചില പ്രദേശം നോക്കുമ്പോൾ അവിടെ യങ്ങർ ഏജിലുള്ള കുറേ ആളുകളുണ്ടാവും, മറ്റേ പ്രദേശത്താണെങ്കിൽ ഓൾഡർ ഏജ് ഗ്രൂപ്പായിരിക്കും കൂടുതൽ. അപ്പോൾ ഹെൽത്ത് കണ്ടീഷൻസ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കാൻ കഴിയില്ല? CDR ഉപയോഗിക്കാൻ കഴിയില്ല. CDRൽ ഹെൽത്ത് കണ്ടീഷൻസ് 2 ലൊക്കാലിറ്റീസിൻ്റെയും ഹെൽത്ത് കണ്ടീഷൻസ് പറയുന്നില്ല, സ്പെസിഫിക് ആയിട്ട് ഏജ് ഗ്രൂപ്പ് ഒന്നും പറയുന്നില്ല.
For example, the CDR of two localities with equal population may be identical and their health conditions or mortality patterns may be different. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുമ്പോൾ രണ്ട് ലൊക്കാലിറ്റീസിൻ്റെ CDR, അതായത് ഈക്വൽ പോപ്പുലേഷനുള്ള രണ്ട് ലൊക്കാലിറ്റീസിൻ്റെ CDR ഒരേപോലെ ആവാം, പക്ഷേ അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി പാറ്റേൺസ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് റീസൺ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. രണ്ട് ലൊക്കാലിറ്റീസിൻ്റെ ആളുകളുടെ ഇടയിൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ ഡെത്തിൻ്റെ റീസൺ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ആ ഡെത്തിൻ്റെ റീസൺ എന്താണെന്നോ അതിൻ്റെ കാര്യങ്ങളൊന്നും എവിടെ പറയുന്നില്ല, CDR പറയുന്നില്ല. നമ്മൾ പറഞ്ഞില്ലേ ഓൾ കോസസ് എന്നാണ് പറയുന്നത്, എല്ലാ കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഡെത്ത്. സ്പെസിഫിക് ആയിട്ട് ഏതാണ് റീസൺ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സെപ്പറേഷൻ ഇവിടെ ഇല്ല. This may be due to the fact that the population in one locality might be younger than people in other locality. ഇതിൻ്റെ റീസൺ എന്താണ്, അതായത് മോർട്ടാലിറ്റി പാറ്റേൺ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അതിൻ്റെ റീസൺ എന്താ പറഞ്ഞത്, this may be due to the fact that the population in one locality might be younger than people in other locality. രണ്ട് ലൊക്കാലിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൊക്കാലിറ്റിയിൽ ഏജ് കോമ്പോസിഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ചില സ്ഥലത്ത് യങ്ങർ ഏജ് ഗ്രൂപ്പ്സ് കൂടുതലുണ്ടാവും, മറ്റേ സ്ഥലത്ത് എന്താണ് ഓൾഡർ ഏജ് ഗ്രൂപ്പിലായിരിക്കും കൂടുതൽ ആളുകൾ വരുന്നത്. So the locality where the number of deaths is proportionately more in younger age groups should be considered less healthy than the other. ഇപ്പോൾ യങ്ങർ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ കൂടുതൽ മരണപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ എന്താണ് പറയുക, ആ ലൊക്കാലിറ്റിയിൽ ഹെൽത്ത് കണ്ടീഷൻസ് വളരെ മോശമാണെന്ന് പറയും അല്ലേ. ഓൾഡർ ഏജ് ഗ്രൂപ്പ് പോട്ടെ, യങ്ങർ ഏജ് ഗ്രൂപ്പിൽ ഡെത്ത് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രദേശത്ത് ഡെത്ത് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ഹെൽത്ത് കണ്ടീഷൻസ് മോശമാണെന്ന് നമുക്ക് പറയാം. Therefore, standard death rates are calculated to facilitate comparison. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഡെത്ത് റേറ്റിലൊരു കമ്പാരിസൺ കഴിയില്ല അല്ലേ. അതുകൊണ്ട് തന്നെ അതിനുപയോഗിക്കുന്ന മറ്റു റേറ്റാണ് സ്റ്റാൻഡേർഡ് ഡെത്ത് റേറ്റ്. ഇപ്പോൾ കമ്പാരിസൺ ചെയ്യാൻ കഴിയുന്നത് എവിടെയാണ്, സ്റ്റാൻഡേർഡ് ഡെത്ത് റേറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പോൾ സെക്കൻഡ് വൺ ഈസ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്. രണ്ടാമത്തേത് സ്പെസിഫിക് ഡെത്ത് റേറ്റ്. എന്താണ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ, ദ ഡെത്ത് റേറ്റ് കാൽക്കുലേറ്റഡ് ഫോർ എ സ്പെസിഫൈഡ് സെഗ്മെൻറ്റ് ഓഫ് ദി പോപ്പുലേഷൻ ഓഫ് എ ഗിവൺ ലൊക്കാലിറ്റി ഈസ് കോൾഡ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്. ഇപ്പോൾ ഒരു ലൊക്കാലിറ്റിയിൽ ഈ പോപ്പുലേഷനെ പല കാറ്റഗറി ആക്കിയാൽ ഈ പല കാറ്റഗറിയിലും അല്ലെങ്കിൽ പല സെഗ്മെൻറ്റിലും എത്ര ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്. ഇപ്പോൾ ഈ സെഗ്മെൻറ്റ് ഓഫ് ദി പോപ്പുലേഷൻ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ പോപ്പുലേഷനെ പല വിധത്തിൽ കാറ്റഗറൈസ് ചെയ്യാം. ഏതൊക്കെ വിധത്തിൽ കാറ്റഗറൈസ് ചെയ്യാൻ കഴിയും? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് വിത്ത് റിഗാർഡ്സ് ടു ഏജ് ആൻഡ് സെക്സ്. ഇപ്പോൾ ഏജിൻ്റെ ബേസിൽ അല്ലെങ്കിൽ സെക്സിൻ്റെ ബേസിലൊക്കെ പോപ്പുലേഷനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോ കാറ്റഗറിയിലും എത്ര ആളുകൾ മരണപ്പെട്ടു അതിൻ്റെ ഡെത്ത് റേറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഓരോ ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ 15 to 25, 25 to 35, 35 to 45 രീതിയിലാണെങ്കിൽ ഓരോ ഏജ് ഗ്രൂപ്പിലും എത്ര ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ഈ സ്പെസിഫിക് ഡെത്ത് റേറ്റിൽ. So the death rate calculated for a specified segment of the population, either male or female, whose age is n years in the last birthday is called age specific death rate. ഇപ്പോൾ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ കഴിഞ്ഞ വർഷം എത്ര വയസ്സായിരുന്നു നോക്കും, അത്തരത്തിലൊരു ആ കാറ്റഗറിയിൽ വരുന്ന ആളുകളെടുക്കും, അതിൽ എത്ര മെയിൽ മരിച്ചുപോയി അല്ലെങ്കിൽ എത്ര ഫീമെയിൽ ഡെത്ത് റേറ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കും, അതിൻ്റെ കാൽക്കുലേഷൻ നടത്തും. അതാണ് ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്. ദ ഡെത്ത് റേറ്റ് കാൽക്കുലേറ്റഡ് ഫോർ, ഡെത്ത് റേറ്റ് കാൽക്കുലേഷൻ നടക്കുന്നുണ്ടല്ലോ എന്തിനു വേണ്ടിയിട്ട്? ഫോർ എ സ്പെസിഫൈഡ് സെഗ്മെൻറ്റ് ഓഫ് ദി പോപ്പുലേഷനിൽ ഒരു പ്രത്യേക സെഗ്മെൻറ്റിൽ ഐദർ മെയിൽ ഓർ ഫീമെയിൽ, അവർ മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, ഹൂസ് ഏജ് ഈസ് n years in the last birthday. ഇവിടെ അവരുടെ വയസ്സെന്ന് പറയുന്നത് n years ആണ്. അത്തരത്തിലുള്ള കാൽക്കുലേഷനെ പറയുന്നതാണ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്. ഇപ്പോൾ മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ ഇത്ര വയസ്സിനുള്ളിൽ എത്ര ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് സ്പെസിഫിക് ഡെത്ത് റേറ്റിൻ്റെ. എന്താണ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡെത്ത്സ് ഇൻ എ സ്പെസിഫിക് സെക്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദ സ്പെസിഫൈഡ് സെക്ഷൻ ഇൻ ദി ഗിവൺ പീരീഡ് ഇൻറ്റു 1000.
അപ്പോൾ ഏതിനെ ഏതുമായിട്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് ഡെത്ത്സ് ഇൻ എ സ്പെസിഫിക് സെക്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ ഡ്യൂറിങ് എ ഗിവൺ പീരീഡ്. ഒരു പീരീഡിൽ ഒരു പ്രദേശത്തെ ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന മരണം അല്ലേ, ഏത് സ്പെസിഫിക് ഗ്രൂപ്പിലുണ്ടാവും? ഈ സ്പെസിഫിക് ഗ്രൂപ്പിൽ എത്ര ആളുകൾ മരിച്ചു ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദി സ്പെസിഫൈഡ് സെക്ഷൻ ഇൻ ദി ഗിവൺ പീരീഡ്. ആ പീരീഡിൽ തന്നെ ആ സെഗ്മെൻറ്റിൽ വരുന്ന ആ ഗ്രൂപ്പിൽ വരുന്ന ആളുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കും. അത് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന കോഷ്യൻറ്റിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്ത് കിട്ടുന്നത്? സ്പെസിഫിക് ഡെത്ത് റേറ്റ് കിട്ടുന്നത്. മൂന്നാമത്തെ റേറ്റ് ഏതാണ്? സ്റ്റാൻഡേർഡൈസ്ഡ് ഡെത്ത് റേറ്റ്. നമ്മൾ ക്രൂഡ് ഡെത്ത് റേറ്റ് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ക്രൂഡ് ഡെത്ത് റേറ്റ്സിലെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച് പറയുന്നില്ല. ദ ക്രൂഡ് ഡെത്ത് റേറ്റ്സ് ആർ യൂസ്ലെസ് ഫോർ കമ്പയറിംഗ് ദ ഹെൽത്ത് കണ്ടീഷൻസ് ഓർ മോർട്ടാലിറ്റി പാറ്റേൺസ് ഓഫ് 2 or more ലൊക്കാലിറ്റീസ് ഓർ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ക്രൂഡ് ഡെത്ത് റേറ്റിൽ ഹെൽത്ത് കണ്ടീഷൻസോ അല്ലെങ്കിൽ മോർട്ടാലിറ്റി പാറ്റേൺസിനെ കുറിച്ചിട്ടോ പറയുന്നില്ല. അപ്പോൾ 2 ലൊക്കാലിറ്റീസോ അല്ലെങ്കിൽ 2 കമ്മ്യൂണിറ്റീസോ ആയിട്ട് കമ്പയർ ചെയ്യാൻ എവിടെ കഴിയില്ല? ക്രൂഡ് ഡെത്ത് റേറ്റിൽ കഴിയില്ല. അത് എന്തുകൊണ്ടാണ്? പോപ്പുലേഷനിൽ വരുന്ന ഏജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ലൊക്കാലിറ്റിയിലോ ഉണ്ടാകുന്ന ആളുകളുടെ വയസ്സായിരിക്കില്ല മറ്റേ കമ്മ്യൂണിറ്റിയിലോ ലൊക്കാലിറ്റിയിലോ വരിക, അല്ലെ രണ്ടിൻ്റെ ഏജ് കോമ്പോസിഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ചിട്ട് ക്രൂഡ് ഡെത്ത് റേറ്റിൽ പറയാൻ കഴിയില്ല. ദിസ് ഡിഫിക്കൽറ്റി മേ ബി ഓവർകം ബൈ പ്രിസ്യൂമിങ് എ നോർമൽ ഓർ സ്റ്റാൻഡേർഡ് പോപ്പുലേഷൻ. ഈ ഒരു ഡിഫിക്കൽറ്റി എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? നോർമൽ ഓർ സ്റ്റാൻഡേർഡ് പോപ്പുലേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. The death rates calculated for the local population are applied to the standard population. അപ്പോൾ ലോക്കൽ പോപ്പുലേഷനിൽ ഡെത്ത് റേറ്റ്സ് നോക്കിയിട്ട് അത് സ്റ്റാൻഡേർഡ് പോപ്പുലേഷനിലേക്ക് എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും. The number of persons in each age group of the standard population is multiplied by the corresponding death rate of the local population. അപ്പോൾ സ്റ്റാൻഡേർഡ് പോപ്പുലേഷനിലെ പല ഏജ് ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ, ആ ഏജ് ഗ്രൂപ്പുകളിൽ എത്ര ആളുകളുണ്ട് എന്ന് നോക്കും. ആ എത്ര ആളുകളുടെ എണ്ണം മൾട്ടിപ്ലൈ ചെയ്യും ഏതുമായിട്ട്? ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ദി കറസ്പോണ്ടിങ് ഡെത്ത് റേറ്റ് ഓഫ് ദി ലോക്കൽ പോപ്പുലേഷൻ. ലോക്കൽ പോപ്പുലേഷനിൽ എത്ര ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ദ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ഈച്ച് ഏജ് ഗ്രൂപ്പ് ഓഫ് ദി സ്റ്റാൻഡേർഡ് പോപ്പുലേഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ദി കറസ്പോണ്ടിങ് ഡെത്ത് റേറ്റ് ഓഫ് ദി ലോക്കൽ പോപ്പുലേഷൻ. ഓരോ ഏജ് ഗ്രൂപ്പിലും എത്ര ആളുകളുണ്ട് അതിനെ ഏതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും? ലോക്കൽ പോപ്പുലേഷനിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഏജ് ഗ്രൂപ്പിൽ എത്ര ഡെത്ത് റേറ്റ് ഉണ്ട് എന്നുള്ളത് നോക്കും, അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദ സം ഓഫ് ദി പ്രൊഡക്ട്സ് സോ ഒബ്റ്റെയിൻ ഈസ് ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ സ്റ്റാൻഡേർഡ് പോപ്പുലേഷൻ. അപ്പോൾ 2 എണ്ണം മൾട്ടിപ്ലൈ ചെയ്തില്ലേ, ഈ മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ സമ്മ് ഏതുമായി ഡിവൈഡ് ചെയ്യും? ടോട്ടൽ സ്റ്റാൻഡേർഡ് പോപ്പുലേഷനുമായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ടോട്ടൽ സ്റ്റാൻഡേർഡ് പോപ്പുലേഷനും കൂടി മനസ്സിലാക്കണം കേട്ടോ. സം ഓഫ് ദി പ്രൊഡക്റ്റ് ഏതിൻ്റെ സമ്മാണ്? നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ഈച്ച് ഏജ് ഗ്രൂപ്പ് ഓഫ് ദി സ്റ്റാൻഡേർഡ് പോപ്പുലേഷൻ്റെയും അതുപോലെ ഡെത്ത് റേറ്റ് ഓഫ് ദി ലോക്കൽ പോപ്പുലേഷന് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, ആ ആൻസറിനെ ടോട്ടൽ സ്റ്റാൻഡേർഡ് പോപ്പുലേഷനും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് സ്റ്റാൻഡേർഡൈസ്ഡ് ഡെത്ത് റേറ്റ് കിട്ടുക. ദ റിസൾട്ടൻറ്റ് ഫിഗർ ഈസ് ദി സ്റ്റാൻഡേർഡൈസ്ഡ് ഡെത്ത് റേറ്റ് ഓഫ് ദി ലോക്കൽ പോപ്പുലേഷൻ. In this way, standardized death rate may be calculated for 2 or more localities or communities. The locality which has a lower standardized death rate is considered healthier than the locality which has a higher rate. അപ്പോൾ ലോവർ സ്റ്റാൻഡേർഡൈസ്ഡ് ഡെത്ത് റേറ്റ് ആണ് നമുക്ക് ലൊക്കാലിറ്റി കിട്ടുന്നതെങ്കിൽ ആ ലൊക്കാലിറ്റി എന്താണ്? ഹെൽത്തിയർ ആണ് അല്ലേ. കമ്പയർ ചെയ്യുമ്പോൾ ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ലൊക്കാലിറ്റി വിച്ച് ഹാസ് എ ഹയർ റേറ്റ്. ഹയർ റേറ്റ് സ്റ്റാൻഡേർഡൈസ്ഡ് ഡെത്ത് റേറ്റ് ആണുള്ളതെങ്കിൽ ആ ലൊക്കാലിറ്റിയിൽ ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പറയുന്നത് എന്താണ്? ദ ലൊക്കാലിറ്റി വിച്ച് ഹാസ് എ ലോവർ സ്റ്റാൻഡേർഡൈസ്ഡ് ഡെത്ത് റേറ്റ് ഈസ് കൺസിഡേർഡ് ഹെൽത്തിയർ ദാൻ ദി ലൊക്കാലിറ്റി വിച്ച് ഹാസ് എ ഹയർ റേറ്റ്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു കമ്പാരിസൺ ഓഫ് CDR ആൻഡ് STDR. CDR എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഡെത്ത് റേറ്റ്, STDR എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡൈസ്ഡ് ഡെത്ത് റേറ്റ്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ തന്നിട്ടുള്ളത് CDR ഉം സെക്കൻഡ് കോളത്തിൽ STDR ഉം ആണല്ലോ. സോ CDR ഫസ്റ്റ് കമ്പാരിസൺ പറയാം. ഇറ്റ് ഈസ് എ റഫ് മെഷർ ഓഫ് മോർട്ടാലിറ്റി. മോർട്ടാലിറ്റിയുടെ റഫ് മെഷറാണ്, റീസൺ കാര്യങ്ങളൊന്നും പറയണില്ല. STDR ആകുമ്പോഴോ ഇറ്റ് ഈസ് എ മെഷർ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ കമ്പാരിസൺ ഓഫ് മോർട്ടാലിറ്റി. മോർട്ടാലിറ്റി നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയും. ദെൻ സെക്കൻഡ് വൺ ഈസ് ഇറ്റ്സ് കമ്പ്യൂട്ടേഷൻ റിക്വയർസ് ലെസ് ഇൻഫോർമേഷൻ. കുറച്ച് ഇൻഫോർമേഷൻസ് മതിയല്ലേ. എന്തൊക്കെയാണ്? നമ്പർ ഓഫ് ഡെത്ത്സ് ആൻഡ് ടോട്ടൽ പോപ്പുലേഷൻ.
എത്രയാണ് ഡെത്ത് എന്നുള്ളതും അതുപോലെ ടോട്ടൽ പോപ്പുലേഷനും ഇൻഫർമേഷൻസ് എവിടെ മതി? CDR മതി. STDR ആകുമ്പോഴോ ഇറ്റ്സ് കമ്പ്യൂട്ടേഷൻ റിക്വയർസ് മോർ ഇൻഫർമേഷൻസ് റിഗാർഡിംഗ് ദി പോപ്പുലേഷൻ ആൻഡ് ഇറ്റ് ഓൾസോ റിക്വയർസ് എ സ്റ്റാൻഡേർഡ് പോപ്പുലേഷൻ. ഒരു സ്റ്റാൻഡേർഡ് പോപ്പുലേഷനും വേണം. അതുപോലെ തന്നെ പോപ്പുലേഷനെ കുറിച്ചുള്ള മറ്റധികം ഇൻഫർമേഷൻസും എവിടെ ആവശ്യമാണ്? STDR ആവശ്യമാണ്. നമ്മൾ ഏജ് ഗ്രൂപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ ഏജ് ഗ്രൂപ്പിൻ്റെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് വേണമല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് ഇവിടെ വേണം, STDR വേണം. തേർഡ് വൺ, ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദി ഏജ് കോമ്പോസിഷൻ ഓഫ് ദി പോപ്പുലേഷൻ. CDR ഏജ് കോമ്പോസിഷൻ പറയുന്നില്ല. STDR ആകുമ്പോൾ ഇറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ദി ഏജ് കോമ്പോസിഷൻ ഓഫ് ദി പോപ്പുലേഷൻ. ഓക്കെ, അപ്പോൾ CDRും STDRും തമ്മിൽ കമ്പയർ ചെയ്യുന്ന 3 പോയിന്റ്സാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് എ റഫ് മെഷർ ഓഫ് മോർട്ടാലിറ്റി. മറ്റേതാകുമ്പോൾ കമ്പാരിസൺ ചെയ്യാം. സെക്കൻഡ് വൺ എന്താ വരുന്നത്? ഇറ്റ്സ് കമ്പ്യൂട്ടേഷൻ റിക്വയർസ് ലെസ് ഇൻഫർമേഷൻസ്. STDR ആകുമ്പോൾ കുറേ ഇൻഫർമേഷൻസ് വേണം. CDRൽ തേർഡ് പോയിന്റ് വരുന്നത് എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദി ഏജ് കോമ്പോസിഷൻ. STDR ആകുമ്പോഴോ ഇറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ദി ഏജ് കോമ്പോസിഷൻ ഓഫ് ദി പോപ്പുലേഷൻ. ഓക്കെ. The fourth one is infant mortality rate. Infant mortality rate means ശിശു മരണനിരക്ക്. എന്താണ് infant mortality rates എന്ന് പറഞ്ഞാൽ? Here we study the death rates under 1 year of age of the newly born babies in a given period of time. പ്രത്യേക കാലയളവിൽ 0 to 1 വരുന്ന കുട്ടികൾ, അത് പുതിയതായി ജനിച്ചിട്ടുള്ള കുട്ടികൾ എത്ര മരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 0 മുതൽ 1 വയസ്സ് വരെയുള്ള കാലയളവിൽ എത്ര കുട്ടികൾ മരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്സിൽ കണക്കാക്കുന്നത് കേട്ടോ. ജനറലി ദ റിസ്ക് ഓഫ് ഡെത്ത് ഈസ് ഗ്രേറ്റർ ഡ്യൂറിങ് ദ ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ് ദാൻ ആഫ്റ്റർവേർഡ്സ് ആൻഡ് ആസ് സച്ച് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് ഹയർ ദാൻ ദി ക്രൂഡ് ഡെത്ത് റേറ്റ്. അതായത് 0 to 1 ഏജ് ഗ്രൂപ്പിൽ വരുമ്പോൾ അവിടെ കുട്ടികൾ മരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഡെത്ത് റേറ്റിനേക്കാളും കൂടുതൽ ഏതാണ് വരിക? ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. Okay, it is therefore regarded as one of the most sensitive index of health conditions of the general population. എന്താണ് അതിൻ്റെ ഫോർമുല? The formula is as follows. ഏതാണ്? Infant mortality rate is equal to total number of deaths under 1 year of age which occurred among the population of a given year. ഇപ്പോൾ തന്നിട്ടുള്ള ഒരു വർഷത്തിൽ 0 to 1 വരുന്ന എത്ര കുട്ടികൾ മരിച്ചു, അതിൻ്റെ ടോട്ടൽ നമ്പർ എത്ര കുട്ടികൾ മരിച്ചു, അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ലൈവ് ബേർത്ത് വിച്ച് ഒക്കേർഡ് എമംഗ് ദി പോപ്പുലേഷൻ ഓഫ് ദി ഗിവൺ ജോഗ്രഫിക് ഏരിയ ഡ്യൂറിങ് ദി സെയിം ഇയർ. ആ ഇയറിൽ തന്നെ ഒരു പ്രദേശത്ത് എത്ര കുട്ടികൾ ജനിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ കോഷ്യൻറ്റിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കുട്ടികൾ മരിച്ചു ഡിവൈഡഡ് ബൈ ആ ഇയറിൽ എത്ര കുട്ടികൾ ജനിച്ചിട്ടുണ്ട്, അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അപ്പോൾ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റിൽ വരുന്ന ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേബീസ് ഹൂ ഡൈ സൂൺ ആഫ്റ്റർ ദെയർ ബർത്ത് മേ നോട്ട് ബി രജിസ്റ്റേർഡ് അറ്റ് ഓൾ. അപ്പോൾ ജനിച്ച അപ്പോൾ തന്നെ മരിക്കുന്ന കുട്ടികളുടെ കണക്ക് ഇതിൽ വരുന്നില്ല, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റിൽ വരുന്നില്ല. അപ്പോൾ 0 to 1 ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികളുടെ മരണനിരക്കാണ് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. പക്ഷേ ജനിച്ച അപ്പോൾ തന്നെ മരിക്കുന്ന കുട്ടികളുടെ കണക്ക് അത് രജിസ്റ്റർ ചെയ്യില്ല. ആ രജിസ്റ്റർ ചെയ്യാത്തത് ഏതിൽ വരില്ല? ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റിൽ വരുന്നില്ല. ഇതാണ് ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. സോ ദ ഫിഫ്ത്ത് മോർട്ടാലിറ്റി റേറ്റ് ഈസ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. മെറ്റേണൽ മീൻസ് മാതൃ മരണനിരക്ക്. അമ്മയെ സംബന്ധിച്ചിട്ടില്ല, മാതൃത്വത്തെ സംബന്ധിച്ചിട്ടില്ല എന്നുള്ളതൊക്കെയാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഈസ് എ മെഷർ ഓഫ് മോർട്ടാലിറ്റി വിച്ച് എക്സ്പ്രസസ് ഡെത്ത് റേറ്റ്സ്. മോർട്ടാലിറ്റി പറയാൻ ഉപയോഗിക്കുന്ന മറ്റൊരു റേറ്റാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. ഇതിലെന്താണ് പറയുന്നത്? ദ ഡെത്ത് റേറ്റ് ഡ്യൂ ടു ദ ചൈൽഡ് ബർത്ത് എമംഗ് ദി വുമൺ ഓഫ് ചൈൽഡ് ബിയറിംഗ് ഏജ് ഈസ് 1545 years ഡ്യൂറിംഗ് എ ഗിവൺ ഇയർ ഇൻ എ റീജിയൻ ഈസ് നോൺ ആസ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. അതായത് 15 to 45 ഇയേഴ്സിൽ വരുന്ന ഏതെങ്കിലും സ്ത്രീകൾ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്ന സമയത്ത് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റാണ് ഏത്? മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. അപ്പോൾ ഒരു പീരീഡിൽ ഒരു ലൊക്കാലിറ്റിയിൽ 15 to 45 years 15 to 45 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ ആരെങ്കിലും ഒരു കുട്ടിക്ക് ജന്മം നൽകുന്ന സമയത്ത് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ
അതിലെത്ര ആളുകൾ മരിച്ചു, അങ്ങനെ എത്ര ആളുകൾ മരിച്ചു എന്നതിൻ്റെ കണക്കാണ് ഇവിടെ വരിക, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിൽ വരിക. സോ ദ ഡെത്ത് റേറ്റ് ഡ്യൂ ടു ദി ചൈൽഡ് ബർത്ത്, അല്ലേ, കുട്ടിക്ക് ജന്മം നൽകുന്ന സമയത്ത് മരിക്കുക. എമംഗ് ദി വിമൻ ഓഫ് ചൈൽഡ് ബിയറിംഗ് ഏജ് ഈസ് 15 to 45 ഇയേഴ്സ്. ചൈൽഡ് ബിയറിംഗ് ഏജ് 15 to 45 ഇയേഴ്സ് ആണ് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു വയസ്സിൽ വരുന്ന സ്ത്രീകൾ കുട്ടികൾക്ക് ജന്മം നൽകുന്ന സമയത്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരണനിരക്ക് എത്രയെന്ന് പറയുന്നതാണ് ഇത് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് ഓഫ് മോർട്ടാലിറ്റിയിൽ 5 ഡെത്ത് റേറ്റ് പറഞ്ഞല്ലോ. ഏതൊക്കെയാണ്? ക്രൂഡ് ഡെത്ത് റേറ്റ്, സ്പെസിഫിക് ഡെത്ത് റേറ്റ്, സ്റ്റാൻഡേർഡൈസ്ഡ് ഡെത്ത് റേറ്റ്, അതുപോലെ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, പിന്നെ ലാസ്റ്റ് പറഞ്ഞത് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. ഈ 2 കൺസെപ്റ്റുകളൂടെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കാൻ. ഫസ്റ്റത്തത് സെക്സ് റേഷ്യോ. എന്താണ് സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ, ദിസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽസ് ലിവിങ് ഔട്ട് ഓഫ് 1000 മെയിൽസ് ലിവിങ് ഇൻ എ സ്പെസിഫൈഡ് ലൊക്കാലിറ്റി ഓർ റീജിയൻ. ഒരു റീജിയനിൽ അല്ലെങ്കിൽ ഒരു ലൊക്കാലിറ്റിയിൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്നുള്ളതിൻ്റെ കണക്കാണ് ഏത് സെക്സ് റേഷ്യോ. ദാറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽസ്, എത്ര സ്ത്രീകളുണ്ട്, ലിവിങ് ഔട്ട് ഓഫ് 1000 മെയിൽസ്, അല്ലേ, 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളാണ് ഒരു ലൊക്കാലിറ്റിയിലുള്ളത് എന്നുള്ളതിൻ്റെ കണക്കാണ് സെക്സ് റേഷ്യോ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നോക്കുക. സെക്സ് റേഷ്യോ ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മെയിൽസ് ഇൻറ്റു 1000. ഓക്കെ, ഇപ്പോൾ 2011 സെൻസസ് അനുസരിച്ചിട്ട്, സെൻസസ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, ഇപ്പോൾ 2011 സെൻസസ് അനുസരിച്ചിട്ട് സെക്സ് റേഷ്യോ കേരളത്തിലേത് 1084:1000. 1084:1000 ആണ് കേട്ടോ. അപ്പോൾ 1000 പുരുഷന്മാരാണ് ഉള്ളതെങ്കിൽ 1084 സ്ത്രീകൾ ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്. ഇപ്പോൾ ലൊക്കാലിറ്റി എടുക്കുകയാണെങ്കിൽ അവിടെ 1000 പുരുഷന്മാരാണ് ഉള്ളതെങ്കിൽ 1084 സ്ത്രീകളാണ് ആ ലൊക്കാലിറ്റി ഉള്ളത്, അല്ലേ, അത് ഇത് കേരളത്തിലുള്ളത്. അപ്പം മറ്റേതൊരു സ്റ്റേറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫീമെയിൽസിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സെക്സ് റേഷ്യോ ഇല്ല. അതായത് 1000 മെയിൽസിനേക്കാളും കൂടുതലായില്ലേ സ്ത്രീകൾ, 1084 അപ്പോൾ സ്ത്രീകൾ കൂടുതലുള്ളത് എവിടെയാണ്? കേരളത്തിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റ് നോക്കിയാലും ഇത്തരത്തിലൊരു സെക്സ് റേഷ്യോ കാണാൻ പറ്റില്ല. ഇനി നാഷണൽ ലെവൽ, അതായത് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 940 940:1000 സെക്സ് റേഷ്യോ വരുന്നത്. അതായത് ദർ ആർ ഓൺലി 940 ഫീമെയിൽസ് ഔട്ട് ഓഫ് 1000 മെയിൽസ്. 940:1000, 1000 പുരുഷന്മാർക്ക് 940 സ്ത്രീകളാണ് എവിടെയുള്ളത്? നാഷണൽ ലെവലിൽ, അതായത് ഇന്ത്യയിലുള്ളത്. ഓക്കെ, അപ്പോൾ നാഷണൽ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേതൊരു സ്റ്റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫീമെയിൽസിന് ഫേവറബിൾ ആയിട്ടുള്ള സെക്സ് റേഷ്യോ ഉള്ള ഒരേ ഒരു സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ, ഏതാണ്? കേരളം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു റേറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഏതാണ്? കപ്പിൾ പ്രൊട്ടക്ഷൻ റേഷ്യോ. എന്താണ് കപ്പിൾ പ്രൊട്ടക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് ദി പെർസെൻറ്റേജ് ഓഫ് വിമൻ ഇൻ ദി ഏജ് ഗ്രൂപ്പ് 15-45 ഇയേഴ്സ് പ്രൊട്ടക്റ്റഡ് ഫ്രം പ്രഗ്നൻസി. 15 to 45 വയസ്സിനുള്ളിൽ വരുന്ന സ്ത്രീകൾ പ്രഗ്നൻ്റ് ആവാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കപ്പിൾ പ്രൊട്ടക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അവർക്ക് പ്രഗ്നൻസിക്കുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ അവർ പ്രഗ്നൻ്റ് ആവുന്നില്ല എങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? കപ്പിൾ പ്രൊട്ടക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് വിമൻ ഇൻ ദി ഏജ് ഗ്രൂപ്പ് 15 to 45 ഇയേഴ്സ് പ്രൊട്ടക്റ്റഡ് ഫ്രം പ്രഗ്നൻസി. നമ്മൾ ചൈൽഡ് ബിയറിംഗ് ഏജ് പറഞ്ഞല്ലോ, 15 to 45. അതിൽ വരുന്ന ആ ഏജ് ഗ്രൂപ്പിൽ വരുന്ന സ്ത്രീകൾ എത്ര ആളുകളാണ് പ്രഗ്നൻ്റ് ആവാത്തത് എന്നുള്ളതാണ് കപ്പിൾ പ്രൊട്ടക്ഷൻ റേഷ്യോ. അവർക്ക് പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ അവർ പ്രഗ്നൻ്റ് ആവുന്നില്ല. ആ ഒരു റേറ്റാണ് ഇത് കപ്പിൾ പ്രൊട്ടക്ഷൻ റേഷ്യോ. സോ ഇറ്റ് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് എലിജിബിൾ കപ്പിൾ ഇഫക്റ്റീവ്ലി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് പ്രഗ്നൻസി ബൈ ഓൾ മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയും. എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ പെർസെൻറ്റേജ്, ഒരു പെർസെൻറ്റേജ് ആണ് ഓഫ് എലിജിബിൾ കപ്പിൾ ഇഫക്റ്റീവ്ലി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് പ്രഗ്നൻസി ബൈ ഓൾ മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ. കോൺട്രാസെപ്ഷൻ എന്ന ഗർഭനിരോധനം കേട്ടോ. ഇപ്പോൾ ഗർഭനിരോധനത്തിലുള്ള എല്ലാ മെത്തേഡ്സ് ഏതെങ്കിലും മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രഗ്നൻസിയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ
ആ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഇഫക്റ്റീവ്ലി പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന കപ്പിൾസ് എത്രയുണ്ടോ അതിൻ്റെ പെർസെൻറ്റേജ് ആണ് എന്ത് കപ്പിൾ പ്രൊട്ടക്ഷൻ റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? മെഷർമെൻറ്റ് ഓഫ് മോർട്ടാലിറ്റി അല്ലേ, 5 മോർട്ടാലിറ്റി റേറ്റ്സ് പറഞ്ഞു. അതുപോലെ തന്നെ 2 പുതിയ കൺസെപ്റ്റുകളൂടെ പറഞ്ഞു. ഏതൊക്കെയാണ്? സെക്സ് റേഷ്യോ അതുപോലെ കപ്പിൾ പ്രൊട്ടക്ഷൻ റേഷ്യോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു അല്ലേ. ഒരു ഇൻട്രൊഡക്ഷണറി ചാപ്റ്റർ എന്ന രീതിയിൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ മെഷർമെൻറ്റ് ഓഫ് ഫെർട്ടിലിറ്റി, ദെൻ ലാസ്റ്റ് മെഷർമെൻറ്റ് ഓഫ് മോർട്ടാലിറ്റി.